ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിനാഫോറിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെയും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും ഫുൾ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് നാൾ മുമ്പ് പിനാഫോറിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം കമൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്കും ഷെയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് പിനാഫോറിനെ മറ്റൊരു രീതിയിൽ തയ്ക്കുന്ന ഒരു കട്ട് ചെയ്യുന്നതിന് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഞാൻ കടലാസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കടലാസിൽ വേണം എപ്പോഴും യൂണിഫോമിൻ്റെ ഒക്കെ അളവുകൾ രേഖപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് അളവുകൾ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള അളവുകളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഷോൾഡർ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ 11 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ 11 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ടേപ്പ് വെച്ചിട്ട് മേൽഭാഗത്തും താഴ്ഭാഗത്തും 11 ഇഞ്ച് എവിടെയാണ് കിട്ടണേ അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഞാൻ പെൻസിൽ കൊണ്ടായിരുന്നു അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് പെന്നുകൊണ്ടൊന്ന് അടയാളപ്പെടുത്തി ഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെയാണോ 11 ഇഞ്ച് കിട്ടിയിട്ടുള്ളത് അത് നമുക്കിതുപോലെ അടയാളം വെച്ച് കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും ഞാനിപ്പോൾ 11 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് രണ്ട് ഭാഗത്തും കറക്റ്റ് ആക്കിയിട്ട് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൈയോടെ തന്നെ ആ രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. അതുപോലെ നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് എടുക്കുന്നത്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്തായിട്ട് 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് എവിടെയാണ് കിട്ടണത് അപ്പോൾ അവിടെ നമുക്ക് 10 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ആ വരയിൽ കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമായ ലെങ്ത്ത് 10 ഇഞ്ചാണ്, അതുപോലെ വിഡ്ത്ത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വരച്ച ഭാഗത്തോടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. അതിനുശേഷം ഞാൻ ഒന്നും കൂടിയും ആ അളവുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. വിഡ്ത്ത് 11 അല്ലേ, അതുപോലെ ഷോൾഡറിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും അതുപോലെ ലെങ്ത്തും ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് സെൻറ്റർ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ നമുക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് സെൻറ്റർ വെച്ചിട്ട് വേണം ഇനി നെക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടയാളങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നെക്ക് വിടുത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. 2.3 ഇഞ്ച് ആണ് എടുക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചാണ് അടയാളം വെച്ച് കൊടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് വേണം നമുക്ക്. വി നെക്കായ കാരണം 6 ഇഞ്ചെങ്കിലും ഫ്രണ്ട് നെക്കിന് ലെങ്ത്തായിട്ട് വേണ്ടി വരും. നെക്കിൻ്റെ വിഡ്ത്ത് എപ്പോഴും 2.25 നല്ലത്. നമ്മൾ നെക്ക് തയ്ച്ച് വരുമ്പോൾ വിഡ്ത്തിൻ്റെ അവിടെ 2.5 2.25 അവിടേക്കായിട്ട് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് വി നെക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ട് വരച്ചിട്ട് കൊടുക്കേണ്ടതാണ്. ഒരു യു പോലെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ വല്ലാണ്ട് കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. യൂണിഫോം ഷർട്ടിൻ്റെ മേലെ കൂടെയാണ് നമ്മളിത് ഇടുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 ഇഞ്ച് വരെ നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ആ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കാം. ഷോൾഡർ നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് 3 ഇഞ്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് 3 ഇഞ്ച് ഉണ്ടായാലാണ് നമുക്ക് അത് ആ ബോഡി പാർട്ട് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 2-2.5 ഇഞ്ചിലേക്ക് അത് വരുന്നതായിരിക്കും. 3/4 ഇഞ്ചോളം നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകുന്നതായിരിക്കും. അതുകൂടി കണ്ടിട്ട് വേണം നമ്മൾ ഷോൾഡറൊക്കെ നോക്കി കട്ട് ചെയ്തെടുക്കാൻ. ഇനി അതിന് ശേഷം നമുക്ക് ആ വേസ്റ്റ് വിഡ്ത്തിൻ്റെ അവിടെ സെൻറ്റർ കാണേണ്ടതാണ്. അതിന് ശേഷം നമുക്ക് അവിടെ 8 ഇഞ്ചാണ് ആവശ്യം. അപ്പോൾ ആ പാതിയിൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് പിടിക്കേണ്ടതാണ്. അതിനുശേഷം തയ്യൽ തുമ്പായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് 4.5 മറു സൈഡിൽ നിന്ന് 4.5 അങ്ങനെ 9 ഇഞ്ചാണ് നമുക്ക് താഴെ വേസ്റ്റിൻ്റെ അവിടെ ആവശ്യമായിട്ടുള്ളത്. 3/4 ഭാഗത്തോളം തയ്യൽ തുമ്പിനായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കൂടി കണ്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഭാഗത്ത് അടയാളം രേഖപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 സൈഡിലേക്കും 4.5 അങ്ങനെ 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മേൽഭാഗത്ത് 11 ഇഞ്ചും താഴ്ഭാഗത്ത് 9 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. അപ്പോൾ സെൻറ്റർ പാർട്ട് ഇതുപോലെ കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മളിതുപോലെ അടയാളം വെച്ച് കൊടുക്കാൻ. അത് വേണം. അങ്ങനെയാണ് ഈ പിനാഫോറിൻ്റെ നമ്മൾ ഫ്രണ്ട് ബോഡി പാർട്ട് നമ്മൾ കറക്റ്റാക്കി എടുക്കുന്നത്.
അതിന് ശേഷം നമുക്ക് ആ വരച്ച വരയുടെ ആ ഭാഗത്തോടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഷോൾഡർ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഷോൾഡർ ആ ഭാഗത്ത് എത്തുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പിനാഫോറിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈയോടെ തന്നെ അത് എഴുതി വയ്ക്കാം. ഫ്രണ്ട് പാർട്ടിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൈയോടെ തന്നെ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഇനി ഇതേ അളവ് വെച്ചിട്ട് നമുക്ക് ബാക്ക് ബോഡി പാർട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്ക് ബോഡി പാർട്ടിലേക്ക് ആവശ്യമായിട്ട് ഇതുപോലൊരു കടലാസ് തന്നെ ഞാൻ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഒന്ന് മടക്കി കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ഫോൾഡ് ചെയ്ത ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ തെറ്റിപ്പോവാതെ ഫോൾഡായിട്ടുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ അളവുകൾ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിനും ഇതുപോലെ രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ചെരിച്ചൊന്ന് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അളവുകൾ രേഖപ്പെടുത്തി കൊടുത്തതിന് ശേഷം സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഷോൾഡറും നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരച്ച് അവിടെ കിട്ടേണ്ടതാണ്. അതുപോലെ നെക്ക് വിടുത്തും ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും നെക്ക് വിടുത്ത് ഒരുപോലെ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ അടയാളങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടിലത്തെ നെക്ക് വിടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. 2.3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിതുപോലെ വരച്ച ഭാഗത്തോടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ കൈയോടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് രേഖപ്പെടുത്തി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ 3 ഇഞ്ചാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത്. പക്ഷെ ഞാൻ അത് നെക്ക് കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉള്ള കാരണം കൊണ്ട് ഞാനത് 4 ഇഞ്ചിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വി നെക്കായ കാരണം നമുക്ക് ഇത്തിരി ഇറക്കൊക്കെ വെച്ച് വേണ്ടി വരും. അപ്പോൾ 3 ഇഞ്ചല്ല 4 ഇഞ്ചെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുട്ടികൾ യൂണിഫോം ഇടുമ്പോൾ തല അതിൽ കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ തയ്ച്ച് വരുമ്പോൾ അതൊരു 2.5 ഇഞ്ചിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഷോൾഡറൊക്കെ നമുക്ക് കൂട്ടിയടിക്കുമ്പോൾ. അപ്പോൾ അതെന്തായാലും 4 ഇഞ്ച് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. 4 ഇഞ്ച് തൊട്ട് 5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ അളവുകളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് നെക്ക് തിരിക്കും കൂടി ഇറക്കണമെങ്കിൽ ഇറക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇറക്കമായിട്ട്. അപ്പോൾ 4 ഇഞ്ച് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിച്ചിട്ട് അടയാളങ്ങൾ രേഖപ്പെടുത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ അളവിൽ തന്നെ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ ബാക്ക് പാർട്ടും തയ്യാറായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ കൈയോടെ തന്നെ ബാക്ക് പാർട്ടിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വിയും ബാക്കിലേക്ക് ഇതുപോലെ റൗണ്ടായിട്ടാണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കൊടുക്കേണ്ടതാണ്. 1/2 ഇഞ്ചാണ് അവിടെ രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ 2 പാർട്ടും ഒരുമിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ച് രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്കിതുപോലെ സ്ലോപ്പായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കേണ്ടതാണ്. അതിന് ശേഷം നമ്മൾ ബോഡിയുടെ വേസ്റ്റിൻ്റെ അവിടെയും നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തയ്ച്ച് വരുമ്പോൾ അവിടെ ചുളിവുകളും ഏറ്റക്കുറച്ചിലും ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ നമ്മുടെ ബോഡി പാർട്ട് നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു അപാകത ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കൈയോടെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ബോഡി പാർട്ടുകളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അവിടെ സെൻറ്ററിൻ്റെ അവിടെ ശരിയായിട്ടില്ല, അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ കുട്ടിയുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം നമ്മൾ നോക്കിയിട്ട് വേണം ബെൽറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ വേസ്റ്റ് വിടുത്തായിട്ട് 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 13 + 13 അങ്ങനെ 26 ഇഞ്ച്. 26 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ ബെൽറ്റിനുള്ള തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വിടുത്താണ്, നമ്മുടെ ബെൽറ്റിൻ്റെ വിടുത്താണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ 2 പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വയ്ക്കും വേണം. ഫ്രണ്ടിൽ വെക്കുന്നതിനും അതുപോലെ ഉൾഭാഗത്ത് വെക്കുന്നതിനും വേണ്ടിയിട്ട് 2 ബെൽറ്റ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ബെൽറ്റിൻ്റെ നീളമായിട്ട് ഞാൻ 2.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ അളവുകൾ വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അധികം ഒന്നും കൂടി പോകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ഭാഗവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ബെൽറ്റൊക്കെ നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബെൽറ്റ് എപ്പോഴും നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം തയ്ച്ച് കഴിയുമ്പോൾ നമുക്കത് കൂട്ടിയടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ആവശ്യമായിട്ടുള്ളത് നമുക്ക് അതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുട്ടിയുടെ അരവണ്ണത്തിൻ്റെ ഭാഗമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കുട്ടിയുടെ അരവണ്ണമായിട്ട് 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 12ൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ 36 ഇഞ്ചാണ് കിട്ടുക. 36ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പൂണിയും കൂട്ടിയിട്ട് 38 ഇഞ്ച്. അങ്ങനെ ബാക്ക് പാർട്ടിലേക്ക് 38, ഫ്രണ്ട് പാർട്ടിലേക്ക് 38, അങ്ങനെ ടോട്ടൽ 76 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ട് പാർട്ടിന് കിട്ടുക. അതുപോലെ സ്കേർട്ടിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനിവിടെ 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 16 ഇഞ്ച് അതിനോട് കൂടിയിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് അങ്ങനെ 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബോക്സ് പ്ലീറ്റുകൾ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ നമ്മൾ അളവുകൾ എടുക്കുമ്പോൾ ആദ്യം തന്നെ തയ്യൽ തുമ്പുകൾ ആദ്യം തന്നെ നമ്മൾ അടയാളം വെച്ച് കൊടുക്കേണ്ടതാണ്. ഒരു 3/4 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് ആദ്യം തന്നെ രേഖപ്പെടുത്തണം. അതിനുശേഷം ആ തയ്യൽ തുമ്പിൻ്റെ അടയാളം വെച്ചതിന് തൊട്ട് മറുഭാഗത്തോട്ടായിട്ട് 9 ഇഞ്ച് കിട്ടുന്നിടത്തൊക്കെ നമ്മൾ ഇതുപോലെ വലിയ വര ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 9, 18, അതുപോലെ 27 ഇതുപോലെ വലിയ വരകൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിന് ശേഷം നമുക്ക് 36 കിട്ടുന്നിടത്ത് ഇതുപോലെ വലിയ വരകൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ 9 × 4 36, അങ്ങനെ 4 പാർട്ടായിട്ടാണ് നമ്മളിത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ 9ൻ്റെ നമ്മൾ 9, 4 ഭാഗം ഡിവൈഡ് ചെയ്ത് ഇതുപോലെ വലിയ വരകളായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. അതിന് ശേഷം നമ്മൾ 3 ഇഞ്ചായിട്ട് നമ്മളിതുപോലെ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. വീഡിയോയിൽ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വേഗം തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകും. ഇതുപോലെ 3, 6, 9 ഇതുപോലെ നമ്മൾ ആദ്യ പാർട്ട് തന്നെ നമ്മളിതുപോലെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം 9ൻ്റെ അവിടുന്ന് 12, 15, 18 അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം 18ൻ്റെ അവിടുന്ന് 21, 24, 27 അങ്ങനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ 27ൻ്റെ അവിടുന്ന് 30, 27, 30, 33 പിന്നെ 36 അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് 4 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് ബോക്സ് പ്ലീറ്റുകൾ എടുക്കുമ്പോൾ ഒട്ടും തന്നെ തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അളവുകൾ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക. 36ൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാൻ മറക്കരുത്. അത് നമ്മൾ ഇട്ടിട്ട് വേണം നമ്മളിതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ബോക്സ് പ്ലീറ്റുകൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മുട്ടുസൂചിയോ സ്റ്റാപ്ലറോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടൊന്ന് തയ്യാറാക്കി അടുത്ത് തന്നെ വെക്കേണ്ടതാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് മടക്കുകൾ മടക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ തയ്യൽ തുമ്പിൻ്റെ അടുത്തേക്ക് ആദ്യം തന്നെ മടക്കി ഇതുപോലെ ഞാൻ മുട്ടുസൂചികൾ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുത്ത് കറക്റ്റാക്കി ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഒട്ടും തന്നെ തെറ്റിപ്പോകുന്നതായിരിക്കില്ല.
രണ്ട് ഭാഗവും നമുക്കിതുപോലെ ബോക്സ് പ്ലീറ്റുകൾ തയ്യാറാക്കി വെക്കാം. അതിനുശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ രണ്ട് ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ രണ്ട് ഭാഗത്തും റൈറ്റും ലെഫ്റ്റും നോക്കി വെക്കേണ്ടതാണ്. അതൊരിക്കലും തെറ്റിപ്പോകരുത്. നമുക്ക് ലെഫ്റ്റ് ഭാഗത്ത് പൊളിയും റൈറ്റ് ഭാഗത്ത് നമുക്ക് പോക്കറ്റും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോക്കറ്റിനുള്ള വിഡ്ത്തും ലെങ്ത്തും എത്രയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ വിഡ്ത്തായിട്ട് 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ലെങ്ത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 12 ഇഞ്ചിൻ്റെ അവിടം വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോക്കറ്റ് വെക്കേണ്ടതാണ്. അത് റൈറ്റ് സൈഡിലാണ് വെക്കേണ്ടത്. ഇനി ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശം ഏതാണോ അവിടെ ഞാൻ റൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉൾവശം ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻറ്റു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് പൊളി ഇട്ട് തയ്ക്കേണ്ടതാണ്. നമുക്ക് പൊളി വേണമെങ്കിൽ പൊളി തയ്ക്കാം, അതല്ല സിബ് വെച്ച് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. അപ്പോൾ നമുക്ക് പൊളിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ചാണ് ഞാനിപ്പോൾ അവിടെ പൊളിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് വരെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് താഴേന്ന് 2 വട്ടം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അവിടെ ചുരിദാറിനും പാവാടയ്ക്കൊക്കെ സാധാരണ നമ്മൾ സ്ലിറ്റ് തയ്ക്കില്ല, അതേപോലെ നമുക്ക് പാവാടയ്ക്ക് അവിടെ പൊളി തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. സാധാരണ പോലെ തന്നെയാണ് നമ്മൾ സാധാരണ പാവാടയ്ക്കൊക്കെ പട്ടുപാവാടയ്ക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെയാണ് താഴേന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് പൊളി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചുരിദാറിൻ്റെ പാൻറ്റിനും പാവാടയ്ക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ പോക്കറ്റാണ് തയ്ച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടതാണ്. ആ ക്ലിപ്പ് എൻ്റെ നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് തയ്ച്ചെടുക്കേണ്ടതാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ പോക്കറ്റിൻ്റെയും സ്കേർട്ടിൻ്റെയും നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ നമ്മളിതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ നമ്മൾ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ പോക്കറ്റിനുള്ളത് തയ്ച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ വീഡിയോയിൽ ഇതുപോലെ ഞാനിതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ ഇതുപോലെ യോജിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഇതുപോലെ നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുത്ത് വരാം. അങ്ങനെ രണ്ട് ഭാഗങ്ങളും ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. പോക്കറ്റിൻ്റെ രണ്ട് ഭാഗവും ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പോക്കറ്റിൻ്റെ ഉള്ളിൽ കുട്ടിയുടെ കൈ കിടക്കുന്നതിന് വേണ്ടിയിട്ട് 4.5 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം ബാക്കിയുള്ളത് തയ്ച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് മേൽഭാഗത്ത് തയ്ച്ച് കൊടുക്കുക. അതിന് ശേഷം 4.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതുപോലെ തയ്ച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം മേൽഭാഗത്ത് ഞാൻ 1/2 ഇഞ്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആ 4.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഞാൻ ഇതുപോലെ 2 പ്രാവശ്യം തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ പോക്കറ്റിൻ്റെ താഴ്ഭാഗവും ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി മേൽഭാഗം നമുക്ക് സ്കേർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ടായിട്ട് നമുക്ക് വേസ്റ്റ് ഭാഗത്തിൻ്റെ അവിടെയായിട്ട് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ പോക്കറ്റ് എപ്പോഴും ഫ്രണ്ട് ഭാഗത്തോട്ട് വേണം, റൈറ്റ് സൈഡിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് വേണം നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മുട്ട് സൂചി ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അല്ലെങ്കിൽ കുട്ടി പോക്കറ്റിൽ കൈയിടുമ്പോൾ അത് പുറകിലോട്ടൊക്കെ ആണ് നമ്മൾ തയ്ച്ചതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൈയിടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ അടിഭാഗം ഒന്ന് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. ആദ്യം 1 ഇഞ്ച് മടക്കുക. അതിന് ശേഷം ഞാൻ 3 ഇഞ്ച് ഇതുപോലെ 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് വരെ ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ പാവാടയ്ക്ക് ലെങ്ത്തായിട്ട് 16 ഇഞ്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കേർട്ടിൻ്റെ എല്ലാ തയ്യലും നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിൽ നമുക്ക് എപ്പോഴും പോക്കറ്റാണ് വരേണ്ടത്. അത് ഒരിക്കലും തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുട്ടിയുടെ കൈയിടുന്നതിന് ആവശ്യമായിട്ടുള്ള ആ 4.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളത് കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് പാവാടയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ പോളിയും തയ്ച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ നമുക്ക് സിബ് വയ്ക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ സിബ് വെച്ച് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ സ്കേർട്ടിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്കേർട്ടിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബോഡിയുടെ ഫ്രണ്ട് പാർട്ടിലേക്ക് നല്ല വശത്തിൻ്റെ മേലെ ഇതുപോലൊരു പീസ് തുണി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സെൻറ്റർ നോക്കിയിട്ട് നെക്കിൻ്റെ അവിടെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് നെക്ക് നമുക്ക് ആ കടലാസ് നമ്മൾ അടയാളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ വെച്ചിട്ട് നെക്കിൻ്റെ അവിടെ അടയാളങ്ങൾ രേഖപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. ആ ഒരു വരച്ചതിൻ്റെ അരികത്തോടെ തന്നെ നമുക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുത്ത് വന്നതിന് ശേഷം
തയ്യലുമ്പോൾ തൊടാതെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ ഒരു തുണി എടുത്ത് വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ക്രോസ് പീസും വെച്ചും നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇതുപോലെ തുണി വെച്ച് തയ്ച്ചെടുക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് തന്നെ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അപ്പോൾ തയ്യൽ തുമ്പുമ്പോൾ തൊടാതെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ചൊന്ന് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ചുരിദാറിനും ഫ്രോക്കിനും നൈറ്റിക്കും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ചൊന്ന് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് എവിടെ മേലെ കിട്ടുന്നുണ്ടോ അതൊന്ന് അടയാളം രേഖപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ചുറ്റിനും നെക്കിൻ്റെ ചുറ്റുഭാഗത്തും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത്രയും അതിൻ്റെ ആവശ്യമായിട്ടുള്ളൂ. എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്കത് ഉള്ളിലോട്ടായിട്ട് മടക്കിയിട്ട് അതൊന്ന് പതിച്ചൊന്ന് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. നെക്കായ കാരണം നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നമ്മൾ അവിടെ തയ്ച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആ കുനിപ്പിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് കറക്റ്റായിട്ട് കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് തന്നെ നമുക്കത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് അടയാളം വെച്ചതിൻ്റെ അവിടെ നിന്ന് നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ തയ്ച്ചെടുത്താൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ തയ്ച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഞാൻ ബാക്ക് നെക്കും ഞാൻ തയ്ച്ചെടുക്കുന്നത്. എക്സ്ട്രാ പീസ് വെച്ചിട്ട് തന്നെയാണ് ബാക്ക് നെക്കും ഞാൻ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് ബാക്ക് പാർട്ടായിട്ട് വരിക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലൊരു പീസ് തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 4 ഇഞ്ചാണ് ബാക്ക് നെക്കിന് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അടയാളം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതുപോലെ തന്നെ തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് നമ്മൾ തയ്ച്ച പോലെ തന്നെ നമുക്ക് ബാക്കും ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ നമുക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുത്ത് വരാവുന്നതാണ്. അതിന് ശേഷം ഷോൾഡർ തയ്ച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ പതിച്ചൊന്ന് തയ്ച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് തന്നെ നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഞാനിതിപ്പോൾ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഞാൻ പതിച്ച് തയ്ച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാർട്ടിൻ്റെ 2 സൈഡ് ഭാഗങ്ങളാണ് നമുക്കിതുപോലെ തയ്ച്ച് കൊടുക്കേണ്ടത്. അത് ഇതുപോലെ നമുക്കിതുപോലെ 2ആക്കി മടക്കി ഇതുപോലെ നമുക്ക് തയ്ച്ച് എടുത്ത് വരേണ്ടതാണ്. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുത്ത് വരേണ്ടതാണ്. അങ്ങനെ 2 ഭാഗവും നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്കതുപോലെ തയ്ച്ചെടുത്ത് വരേണ്ടതാണ്. അപ്പോൾ നമുക്കിതുപോലെ തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഞാൻ 2 ഭാഗങ്ങളും തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടും ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ കൂടെ ബെൽറ്റ് കൂടിയും യോജിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ബെൽറ്റ് നമ്മൾ അകവശം പുറംവശം നല്ല വശം അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്കുകൾ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വശങ്ങൾ വരുന്ന വിധത്തിൽ വേണം നമ്മളിതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ഇട്ടിട്ട് വേണം എപ്പോഴും തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നല്ല വശങ്ങൾ സാൻഡ്വിച്ച് പോലെ, അതായത് ആദ്യം ബെൽറ്റിൻ്റെ നല്ല വശം വയ്ക്കുക, സ്കേർട്ട് വയ്ക്കുക. അതിന് ശേഷം ഉള്ളിൽ സ്കേർട്ടിൻ്റെ നല്ല വശങ്ങൾ യോജിപ്പിച്ച് വരുന്ന വിധത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളത് മറച്ചിടുമ്പോൾ നല്ല വശങ്ങളായിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ അതുപോലെ നമുക്ക് ഞാൻ മുട്ടുസൂചികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കണം. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ 1.5 ഇഞ്ചെങ്കിലും ഇട്ടിട്ട് നമുക്കിതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കേണ്ടതാണ്. അതുപോലെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും നമ്മൾ ഇതുപോലെ തയ്ച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ 2 ഭാഗങ്ങളും നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടതാണ്. അങ്ങനെ തയ്ച്ചെടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ തയ്ച്ചെടുത്ത് വരുമ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നല്ല വശങ്ങൾ കാണുന്ന വിധത്തിൽ വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ തയ്യൽ തുമ്പുകളൊന്നും
പുറത്തേക്കോ അകത്തേക്കോ ഒന്നും നമുക്ക് കാണില്ല. അതാണ് ഈ പിനാഫോറിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ഉള്ള പ്രത്യേകത. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ട് എങ്ങനെയാണ് തയ്ച്ച് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയിട്ട് വേണം ബോഡി പാർട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഒരിക്കലും സൈഡുകൾ മാറി മറിഞ്ഞു പോകരുത്. എപ്പോഴും കുട്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ പൊളിയും അതുപോലെ റൈറ്റ് സൈഡിൽ പോക്കറ്റും വരുന്ന വിധത്തിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ബോഡി പാർട്ടുകളും നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക, ഇതുപോലെ നമ്മുടെ അരികു ഭാഗങ്ങൾ ഉൾവശത്തോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കാൻ ഭയങ്കര ടഫായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മാതൃകയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ അകത്തോട്ടായിട്ട് ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് തയ്ച്ചെടുത്ത് വരേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഭാഗം മടക്കിയിട്ട് വീഡിയോയിൽ കാണുമ്പോൾ അറിയാവുന്നതായിരിക്കും, ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ഉൾവശത്തോട്ടായിട്ട് ഞാൻ 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൂപ്പ് പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ലൂപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ വണ്ണമായിട്ട് വിടുത്തായിട്ട് 1.5 ഇഞ്ചും അതുപോലെ ലെങ്ത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ 4.25 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 ലൂപ്പാണ് നമുക്ക് വേണ്ടത്. അത് ഇതുപോലെ ഒരു ഭാഗത്തോട്ട് നമ്മൾ സാധാരണ തയ്ച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെയാണ്, വാറിനൊക്കെ നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെ തയ്ച്ചതിന് ശേഷം അരികു ഭാഗം തയ്ച്ചതിന് ശേഷം ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് 2 ഭാഗവും ഇതുപോലെ പതിച്ച് ഞാൻ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ 4 എണ്ണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ബോഡി പാർട്ട് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ ലാസ്റ്റ് ഭാഗത്തിൻ്റെ കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം തന്നെ ആ പാർട്ടൊന്ന് തയ്ച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മുട്ട് സൂചികൾ ഞാൻ ഇതുപോലെ തുന്നി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ മറുവശത്തും ഇതുപോലെ ഞാൻ തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക, അത് തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗം ഇതുപോലെ ഉള്ളിലോട്ടായിട്ട് ആ രണ്ടാമത്തെ ഭാഗത്തോട്ടായിട്ട് ഫ്രണ്ടിൻ്റെ പുറകിലത്തെ ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ മുട്ടുസൂചി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായാലും വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ മുട്ടുസൂചികൾ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് നോക്കുക, അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ പോകുക. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഈ മേൽഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുത്ത് വരേണ്ടതാണ്. അപ്പോൾ ആ തയ്ച്ചെടുത്ത് പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ബോഡിയുടെ 2 അറ്റത്തായിട്ട് നമ്മൾ ലൂപ്പ് പിടിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതുപോലെ ഞാൻ തയ്ച്ച് പോകുന്നതിൻ്റെ ബോഡി പാർട്ടിൻ്റെ ആ ഒരു അരികു ഭാഗങ്ങൾ എത്തുമ്പോൾ ആ ഭാഗത്തോട്ടായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ലൂപ്പിൻ്റെ ആ ഭാഗം കൂടി ഉള്ളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് തയ്യൽ തുമ്പും അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതായിരിക്കും. ലൂപ്പിൻ്റെ തയ്യലൊന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ തയ്യലുകളൊന്നും നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പിനാഫോറിൻ്റെ സ്റ്റിച്ചിങ് ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടും ഒരു കഷ്ടപ്പാടില്ലാണ്ടും നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ അവിടെ നിന്ന് എത്തുമ്പോൾ നമ്മൾ താഴ്ഭാഗവും ഒന്നും കൂടി തയ്ച്ചെടുക്കേണ്ടതാണ്. താഴ്ഭാഗത്തും കൂടി നമ്മൾ പതിച്ചൊന്ന് തയ്ച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ ബോഡി പാർട്ടും തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൂപ്പുകളും അതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൂപ്പ് അടിഭാഗം ഒന്ന് തയ്ച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ബെൽറ്റ് കുട്ടിയുടെ എത്രയാണ് വീതി നോക്കണം. അപ്പോൾ കൂടിപ്പോയാൽ 1.5 ഇഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ ആ 1.5 ഇഞ്ചിന് കൂടിയിട്ട് നമ്മൾ 2-2.5 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് വേണം നമ്മൾ ആ ലൂപ്പിൻ്റെ അടിഭാഗം ഒന്ന് തയ്ച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിനാഫോർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിനാഫോർ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഫ്രണ്ടും അതുപോലെ ഓരോ മാർക്കുകളും രേഖകളൊക്കെ ഞാൻ സൈഡ് ഭാഗങ്ങളൊക്കെ ഞാൻ ഓരോന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ 1-ാം ക്ലാസ്സിലേക്കുള്ള 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ പിനാഫോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അളവുകളും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ വീഡിയോയിൽ പറയുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ പിനാഫോർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലെ ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിന് പോലും തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. വീഡിയോയിൽ ശ്രദ്ധിച്ച എല്ലാവർക്കും സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താല്പര്യപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.